السلام عليكم ورحمة الله وبركاته. الحمد لله وحده، والصلاة والسلام على من لا نبي بعده، وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ള സത്യവിശ്വാസികളെ, നമസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കഴിഞ്ഞ ക്ലാസ് മുതൽ നമ്മൾ പറയാൻ തുടങ്ങി വെച്ചിട്ടുള്ളത്. നമസ്കാരത്തിലെ ഫിഖ്ഹി ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് മസ്അലകൾ, ആവശ്യമുള്ളതും അനാവശ്യമായതുമായിട്ടുള്ള ഒരുപാട് ചർച്ചകളും തർക്കങ്ങളും വിതർക്കങ്ങളും ഒക്കെ നടക്കുന്ന ഒരു ആരാധനയായി പലപ്പോഴും നിസ്കാരം മാറിയിട്ടുണ്ട് എന്നുള്ളത് അതിന്റെ ഇത്തരം മസ്അലകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം എന്ന ആരാധന അത് ഇങ്ങനെ അനാവശ്യമായ ചർച്ചകൾക്ക് അതിനുള്ള ഒരു ആരാധനയായി അല്ലെങ്കിൽ കർമ്മമായി കാണേണ്ടതല്ല എന്നും, എന്താണോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞതും അതിന്റെ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ കാണിച്ചു തന്നു അത് നോക്കി അനാവശ്യമായ കൂലങ്കഷമായ അത്തരത്തിലുള്ള വാദഗതികളിലേക്കും മറ്റും പോകാതിരിക്കുക എന്നുള്ളതാണ് ഈ ആരാധനയുമായി ബന്ധപ്പെട്ട് നാം ആദ്യം മനസ്സിലാക്കേണ്ടത്. കാരണം ഏറ്റവും പ്രധാനവും ഏറെക്കുറെ സകല അമ്പിയാക്കളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള അമ്പിയാക്കളുടെ ചരിത്രം പരിശോധിക്കുമ്പോഴൊക്കെ തന്നെയും ആ പ്രവാചകന്മാർക്കും ആ സമൂഹത്തിലേക്കും അള്ളാഹു നിശ്ചയിച്ച ഒരു ആരാധനയാണ് നിസ്കാരം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രാ മിഅ്റാജിന്റെ വേളയിൽ അവിടെ മുതലാണല്ലോ നിസ്കാരം എന്ന ആരാധന നിർബന്ധമാക്കപ്പെടുന്നത്. അതിനു മുമ്പ് മുസ്ലിമീങ്ങളുണ്ട്, ഇസ്ലാമുണ്ട്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്ന ആരാധന അത് അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുക, അള്ളാഹുവിനോട് മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന മർമ്മപ്രധാനമായ ആരാധനാ കർമ്മമാണ് അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഏകദേശം ഒരു 10-11 വർഷക്കാലം കഴിഞ്ഞതിന് ശേഷമാണ് അവിടുന്ന് ഈ നിർബന്ധ നിസ്കാരം, അതിന്റെ രൂപം, അതിന്റെ ഭാവങ്ങൾ, അതിൽ ചൊല്ലേണ്ടത് എല്ലാം ഇസ്രാ മിഅ്റാജിന്റെ ആ സംഭവത്തിന് ശേഷമാണ് നിർബന്ധമാക്കപ്പെടുന്നത്. അതിനു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടുണ്ടോ? ഉണ്ട്. എങ്ങനെയാണ്? അല്ലാഹു അഅലം, നമുക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടക്കുന്ന സമയത്ത് മുശ്രിക്കീങ്ങളായിട്ടുള്ള കുടുംബക്കാർ തന്നെ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുശരീരത്തിൽ ഇട്ടു എന്നും, ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞുകൊണ്ട് ഓടി വന്നത് പിടിച്ചു മാറ്റിയെന്നും എടുത്തൊഴിവാക്കിയെന്നും നമുക്കറിയാം. നിസ്കാരമുണ്ട് അപ്പോഴും. അപ്പോ അത് എങ്ങനെയായിരുന്നു? അതുപോലെ തന്നെ മുൻകാല പ്രവാചകന്മാർ ആ സമൂഹത്തിലേക്കും അല്ലാഹു തആല നിസ്കാരത്തെ നിർബന്ധമാക്കിയത് നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുതയാണ്. ഇപ്പൊ ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അളവിലും തൂക്കത്തിലും ഒക്കെ കൃത്രിമത്വം കാണിച്ചിരുന്ന, അങ്ങനെ വഞ്ചന കാണിച്ചിരുന്ന ഒരു സമൂഹത്തിലേക്കാണല്ലോ ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരുന്നത്. അവിടെയും ആ പ്രവാചകരോട് ആദ്യം കൽപ്പിക്കുന്നത് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന ആ ദഅവത്താണ്, അല്ലെങ്കിൽ ആ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആ ഒരു തൗഹീദിന്റെ പ്രഖ്യാപനം നടത്താനാണ് ശുഐബ് നബിയോട് അള്ളാഹു ആദ്യം പറയുന്നത്. അക്കൂട്ടത്തിൽ ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചരിത്രം പരിശോധിക്കുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയും, ആ സമൂഹത്തോട് നിങ്ങൾ നിങ്ങളുടെ ആരാധ്യ വസ്തുക്കൾ ഒഴിവാക്കണം, അള്ളാഹു അല്ലാത്ത എന്തൊക്കെയുണ്ടോ അതിനെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കണം, ഏകനായ അള്ളാഹുവിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ആരാധനകൾ സമർപ്പിക്കണം എന്ന് പറയുമ്പോ
ആ സമൂഹം തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഖാലു യാ ശുഐബ്, അല്ലയോ ശുഐബേ, അസ്സലാത്തു തഅമുറുക അൻ നത്രുക മാ യഅബുദു ആബാഉനാ, ഞങ്ങളുടെ വാപ്പമാർ, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ആരാധിച്ചു പോരുകയും അവർ ആചരിച്ചു പോരുകയും ചെയ്യുന്ന ഞങ്ങൾ ആ പിതാക്കന്മാരെ കണ്ടിട്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ആളുകളെ അല്ലെങ്കിൽ ഇത്തരം ഇബാദത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ സഹായതട്ടം അതുപോലെ തന്നെ ഇടയാളന്മാരായി സ്വീകരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ വാപ്പമാർ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അത് വേണ്ട എന്ന് നീ പറയാനുള്ള കാരണം, നീ കൽപ്പിക്കുന്ന അല്ലെങ്കിൽ നിന്നോട് നീ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിസ്കാരമാണോ നിന്നോട് ഇത് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ശുഐബേ, നീ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിസ്കാരമാണോ ഞങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല എന്ന് നിന്നെ കൽപ്പിക്കുന്നത് നിന്റെ ഈ നിസ്കാരമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ശുഐബ് നബിയുടെ കാലത്ത് അല്ലെങ്കിൽ ആ പ്രവാചക വര്യന് നിസ്കാരം എന്ന നമസ്കാരം, സ്വലാത്ത് എന്ന ആരാധന അവിടെ നിർബന്ധമാക്കിയതായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെയാണ് ദാവൂദ് അലൈഹി സ്വലാമയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് ഫസ്തഗ്ഫറ റബ്ബഹു, അദ്ദേഹം തന്റെ രക്ഷിതാവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിച്ചു. വഖറ റാക്കിഅൻ വഅനാബ, അദ്ദേഹം റുകൂഇൽ അവൻ പ്രവാചകൻ റുകൂഇ ചെയ്യുന്ന നിലയിൽ അവിടെ സാഷ്ടാംഗം നമിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് നമുക്കാണ്. അവിടെ നമസ്കാരത്തെ പറ്റി സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ പറയുന്നത് ഫനാദതുഹുൽ മലായികതു വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ്, മിഹ്റാബിൽ വെച്ച് നിസ്കരിക്കുന്ന സമയത്ത് മലക്കുകൾ വന്ന് ചോദിക്കുന്ന സന്ദർഭം എന്ന് പറയുമ്പോൾ അവിടെ സക്കരിയ നബിയുടെ നിസ്കാരത്തെ നമുക്ക് വിശുദ്ധ ഖുർആൻ വരച്ചു കാണിക്കുകയാണ്. അതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു പറയുന്നു അഖിമിസ് സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി താങ്കൾ നിസ്കാരം നിലനിർത്തണം എന്ന് അള്ളാഹു മൂസാ നബിയോട് പറയുന്നത്. ഇങ്ങനെ തുടങ്ങി പിന്നെ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും ഉള്ള ഒരു ആരാധനയാണ് നിസ്കാരം. പക്ഷെ അതിന്റെ കൈഫിയത്ത്, രൂപം, അതിന്റെ രൂപം, അതിൽ ചൊല്ലിയ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും അള്ളാഹുവും അവന്റെ പ്രവാചകനും വഹയിലൂടെ പറഞ്ഞു തന്നതല്ല, നമുക്ക് യാതൊരു അറിവുമില്ല. പ്രിയമുള്ളവരെ, ഇവിടെ അവസാനം പറഞ്ഞ മൂസാ നബിയോട് അള്ളാഹു പറഞ്ഞുവല്ലോ അഖിമിസ് സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കാനും സ്മരിക്കാനും വേണ്ടി നിസ്കാരത്തെ നിലനിർത്തുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അള്ളാഹുവുമായി ഒരു അടിമയുടെ ഏറ്റവും വലിയ ബന്ധം, അത് സ്ഥാപിക്കപ്പെടുന്ന ഏറ്റവും വലിയ ഒരു രംഗം എന്ന് പറയുന്നത് ഈ നിസ്കാരം എന്ന ആരാധനയാണ്. അത് നമ്മൾ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ഒരു കേവലം നിലനിർത്തലല്ല. സമയാസമയം പള്ളിയിൽ വന്ന് അല്ലെങ്കിൽ സമയാസമയം അത് നിർവഹിക്കുക എന്നതിൽ കവിഞ്ഞ് അതൊരു ദിക്റായി, സ്മരണയായി, പടച്ചോനെ കുറിച്ച് ഓർക്കാനുള്ള ഒരു ഉപാധിയായി മാറുന്നുണ്ടോ എങ്കിൽ അത് നിസ്കാരം എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മളൊക്കെ നമ്മുടെ ശരീരം ജീവനുള്ളതാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എന്റെ ഉള്ളിൽ ആത്മാവ് എന്ന് പറയുന്ന അള്ളാഹു സന്നിവിശേഷിപ്പിച്ച ആ ഒരു ആത്മാവുള്ളത് കൊണ്ടാണ് ഞാൻ ജീവിയാകുന്നത്, ജീവനുള്ളതാകുന്നത്. നിസ്കാരത്തിന്റെ ജീവനും കാതലും എന്ന് പറയുന്നത് ഈ സ്മരണയാണ്, ഖുശൂആണ്. അതില്ലാത്ത നിസ്കാരങ്ങളെ സംബന്ധിച്ചിടത്തോളം ശവങ്ങളെ പോലെ, ആത്മാവില്ലാത്ത ശരീരങ്ങൾ ഏതുപോലെ ജഡമായി പോകും, അതുപോലെ നിസ്കാരവും ആ രൂപത്തിൽ ജീവനില്ലാത്തതായി മാറും. നിസ്കാരം ജീവസുറ്റ ജീവനുള്ളതായി മാറണമെങ്കിൽ, ആത്മാവുള്ളതാവണമെങ്കിൽ അതിൽ ഖുശൂ ഉണ്ടാവണം, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയും ഓർമ്മയും ഉണ്ടാവണം. അതല്ലാത്ത നിസ്കാരങ്ങളൊന്നും ഖുർആൻ പറഞ്ഞതുപോലെ ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ വയംനഊനൽ മാഊൻ. അല്ലാഹു ചില നിസ്കാരക്കാർക്ക് നാശം എന്ന് പറഞ്ഞിട്ട് എന്താ? അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അശ്രദ്ധരാണ്. ഇമാമിന്റെ കൂടെയാണ്, മൗമൂമിങ്ങളോടൊപ്പമാണ്, ജമാഅത്താണ്, ഒക്കെയാണ്. പക്ഷെ അവന്റെ മനസ്സും ചിന്തയും അവന്റെ മനോതലങ്ങളും ഒക്കെ പല ഭാഗങ്ങളിലാണ്. അങ്ങനെയുള്ള നിസ്കാരം ഒരു കാര്യത്തിൽ ഒരു കഴമ്പില്ലാത്ത നിസ്കാരം. ചിന്തകൾ ചില രൂപത്തിൽ എന്താ പറയാ, ചിന്തകളും മറ്റൊക്കെ കടന്നു വരും നിസ്കാരത്തിൽ. ഒരു പക്ഷെ അങ്ങനെ വരുമ്പോ ഞാൻ ഓർക്കുകയും ആലോചിക്കുകയും ചെയ്യണം, ഞാൻ നിസ്കാരത്തിലാണല്ലോ പടച്ചോനെ. അതാണ് മുനാജാത്ത് എന്ന് പറയുന്നത്. അള്ളാഹുമായുള്ള ഒരു സംഭാഷണത്തിലാണ് തന്റെ അടിമ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ നിസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ ഒരു വശവും രംഗവും എന്ന് പറയുന്നത് സുജൂദാണ്.
ആ സുജൂദ് പോലും അധര വ്യായാമങ്ങൾ മാത്രം. സുജൂദ് കാണു പോകുമ്പോ സുബ്ഹാന റബ്ബിയൽ അഅല, സുബ്ഹാന റബ്ബിയൽ അഅല, ഇങ്ങനെ, അല്ലെങ്കിൽ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി. ആ പ്രാർത്ഥന ഇങ്ങനെ അറിയാതെ ഓട്ടോമാറ്റിക്കലി അധര വ്യായാമമായി മാറുന്നു. അങ്ങനെ ആയിക്കൂടാ. ഞാൻ ഇപ്പോൾ അല്ലാഹുവിന്റെ മുമ്പിൽ സകലതും സമർപ്പിച്ച് അവനിൽ പൂർണ്ണമായും കീഴൊതുങ്ങി അവനിൽ എല്ലാം അർപ്പിച്ചുകൊണ്ട് സുജൂദിൽ വീണിരിക്കുകയാണ്. ഞാനും എന്റെ റബ്ബുമായുള്ള ഏറ്റവും വലിയ കടുത്ത ബന്ധത്തിന്റെ അടയാളം അതാണ് സുജൂദിൽ. ആ നിസ്കാരത്തിലെ പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ സുജൂദിന്റെ ആ ഒരു രംഗത്തെ കുറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് അലൈക ബികസ്റത്തി സുജൂദിലില്ല, നീ എന്ത് ചെയ്യണം? അല്ലാഹുവിന് വേണ്ടി സുജൂദിനെ നീ അധികരിപ്പിക്കുക. അള്ളാഹുവിന്റെ പ്രവാചകനോടൊപ്പമുള്ള മുറാഫഖത്ത്, സാമീപ്യം കിട്ടണം നബിയെ, എനിക്കത് മാത്രം മതി നബിയെ, താങ്കളോടൊപ്പം സ്വർഗത്തിൽ എനിക്ക് ചാരയുണ്ടാവണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച സ്വഹാബിയോ നബി പറയുന്നത് അലൈക ബികസ്റത്തി സുജൂദ്, നീ സുജൂദിനെ അധികരിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ആ സുജൂദിന്റെ മഹത്വം എന്താണ്? ഫഇന്നക ലാ തസ്ജുദു ലില്ലാഹി സജ്ദതൻ ഇല്ലാ റഫഅക അല്ലാഹു ബിഹാ ദറജ. ഒരു സുജൂദ് ചെയ്യുമ്പോൾ നിന്റെ അല്ലാഹു പദവിയെ ഉയർത്തുകയാണ്, നിന്റെ പദവിയെ അല്ലാഹു ഉയർത്തും. വഹത്ത അൻക ബിഹാ ഖതിഅ, നിന്റെ ഒരു പാപത്തെ അല്ലാഹു മായ്ച്ചു കളയും എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ നമസ്കാരം എന്ന ആരാധന ഞാനും എന്റെ റബ്ബുമായുള്ള ഒരു ആത്മബന്ധത്തിന്റെ, ഒരു മുനാജാത്തിന്റെ ഏറ്റവും വലിയൊരു രംഗമായി കാണുവാനും അതിലെ സുജൂദ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അള്ളാഹുമായി അടുക്കാനുള്ള ഒരു രംഗമാണ്, ഒരു സാഹചര്യമാണ്, കാരണമാണ് എന്ന് മനസ്സിലാക്കി നിസ്കാരത്തിന്റെ എല്ലാവിധ ഖുശൂഉം ഭക്തിയും അതുപോലെ തന്നെ ദിക്റും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയും നിലനിർത്തി നിസ്കരിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നമ്മൾ യഥാർത്ഥ മുസല്ലിയായി, നമസ്കാരക്കാരായി മാറുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുശൂഅോടുകൂടി, ഭക്തിയോടുകൂടി നിസ്കാരം നിർവഹിക്കുന്ന യഥാർത്ഥ നമസ്കാരക്കാരിൽ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.